സുമ്മ ബിഹംദില്ല സല്ലു സലാത്തുള്ള അലാ നബിയില്ല. അഭിവന്ദ്യരായ അധ്യക്ഷരെ, ആദരവുള്ള പണ്ഡിത നേതാക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ പുനർജനിച്ച അതിസുന്ദരി. അത്ഭുത എന്നാൽ അതിലേറെ കൗതുകമേറിയ ഒരു കഥയാണിത്. അതെ, ഇസ്രായേൽ സന്തതിയായ ഇസ്ഹാക്കും അവരുടെ പ്രിയ പത്നി ഇരുവരും ആറാടി നീറാടി കഴിയുകയായിരുന്നു. അവളായിരുന്നു അന്നത്തെ വേൾഡ് സുന്ദരി. അവളെ കാണുമ്പോൾ ഇസ്ഹാക്കിന്റെ മനസ്സിൽ എന്റെ കൽബിലേവൻ പെട്ടെന്നാണ് മാലോകരെ ഞെട്ടിച്ചുകൊണ്ട് ആ സംഭവം. പ്രിയേ, കണ്ണു തുറക്കൂ. ഇല്ല, അവൾ കണ്ണു തുറക്കുന്നില്ല. അവളുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞിരിക്കുന്നു. പക്ഷേ സമയം ആരെയും കാത്തുനിന്നില്ല. അന്ത്യകർമ്മങ്ങളെല്ലാം കഴിച്ച് അവളെ ഖബറടക്കി. എന്നാൽ ഇസ്ഹാക്കിന്റെ മനം അപ്പോഴും വിങ്ങി വിങ്ങി പൊട്ടുകയായിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ തേങ്ങി തേങ്ങി കരയുകയായിരുന്നു. ശ്മശാനത്തിന്റെ ഓരത്ത് മീസാങ്കല്ലിന്റെ ചാരത്ത് ഏകനായി മൂകനായി നിൽക്കവേ അതാ ഒരാൾ മെല്ലെ നടന്നു വരുന്നു. ആരാണത്? റൂഹുല്ലാഹി ഈസാ നബിയോ? അതെ, അദ്ദേഹം തന്നെ. കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞ ശേഷം ഈസാ നബി അലൈഹിസ്സലാം ഒരു ഖബറിന്മേൽ പോയി കുമ്പിഴുന്നില്ല. സ്റ്റാൻഡപ്പ് പറയേണ്ട താമസം അതാ ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് വരുന്നു ഒരു ഭീകരനായ മനുഷ്യൻ. നാക്കിലും മൂക്കിലും അഗ്നിനാളങ്ങൾ, എന്നിട്ടൊരു ആക്രോശം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ്. എന്നാൽ ഇസ്ഹാഖ് വീണ്ടും ഞെട്ടി. എന്നിട്ട് ഈസാ നബിയോട് കേണപേക്ഷിച്ചു, അല്ല, ഇതല്ല എന്റെ ഭാര്യ. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അയാളെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി വീണ്ടും മരിപ്പിച്ചു. എന്നിട്ട് മറ്റൊരു ഖബറിന്മേൽ പോയി കുമ്പ് ഇതിനില്ല എന്ന് പറഞ്ഞപ്പോൾ അതാ ഖബർ പൊട്ടിപ്പിളർന്നു കൊണ്ടുവരുന്നു ഒരു സ്വപ്ന സുന്ദരി. എന്നിട്ട് ഈസാ നബി ഇസ്ഹാഖിനോട് ചോദിച്ചു, ഇതാണോ നിന്റെ ഭാര്യ? ഇസ്ഹാഖ്, അതെ അതെ, ഇത് തന്നെയാണ് എന്റെ ഭാര്യ. ഇസ്ഹാഖിന്റെ കണ്ണുകളിൽ അശ്രുകണങ്ങൾ പൊഴിച്ചു. അങ്ങനെ ആ ആഹ്ലാദത്തിമിർപ്പിൽ അവർ ഇരുവരും നടന്നു നീങ്ങുമ്പോൾ ഇസ്ഹാഖ് പറഞ്ഞു, പ്രിയേ, ഞാൻ എത്ര നാളായി മിഴിയണക്കാതെ കാത്തു കാത്തു ക്ഷീണിച്ചിരിക്കുന്നു. എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. അങ്ങനെ ഇസ്ഹാഖ് തന്റെ പ്രിയതമയുടെ മടിയിൽ തല ചായ്ച്ചുറങ്ങുകയാണ്. ഹോ, പെട്ടെന്നാണ് ആ ശബ്ദം. ടക് 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 ടക്. ഒരു കുതിരപ്പുറത്ത് ഒരു അതിസുന്ദരൻ, ഒരു രാജകുമാരൻ, യുവകോമളൻ ഇസ്ഹാക്കിന്റെ വീട്ടുമുറ്റത്തേക്ക് കടന്നു വരുന്നു. എന്നിട്ട് ഇസ്ഹാക്കിനെ തുറിച്ചു നോക്കുന്നു. എന്നിട്ട് ഒട്ടും ആമാദിക്കാതെ ഇസ്ഹാക്കിന്റെ പ്രിയ പത്നിയെയും കൂട്ടി കുതിരപ്പുറത്തേക്ക് ഓടിക്കയറുന്നു. അപ്പോൾ ഇസ്ഹാക്ക് ഞെട്ടിയുണർന്നു നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്ത്? തനിക്ക് അള്ളാഹു കനിഞ്ഞേക്ക് തിരിച്ചു നൽകി കനിമുത്ത് സഖി ഒരു രാജകുമാരന്റെ കൂടെ ഒളിച്ചോടി പോവുകയാണ്. ഇസ്ഹാഖ് അലറി, ഓ രാജകുമാര, എന്റെ ഭാര്യ, എന്റെ ഭാര്യ. പക്ഷെ ആ കനിമുത്ത് സഖിയുടെ വാക്കെന്ത്? എന്ത്? ഞാൻ നിങ്ങളുടെ ഭാര്യയോ? അങ്ങനെ നുണ കൊണ്ട് ഭർത്താവിനെ അഭിഷേകം ചെയ്ത ആ സ്ത്രീലോകത്തിന് ആകെമാനം നാണക്കേടുണ്ടാക്കി പരലോകത്തേക്ക് എന്നേക്കുമായി മടങ്ങുകയാണ്. അതെ, സ്ത്രീകളെ ഒരിക്കലും നമുക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുകയില്ല എന്ന ഒരു ഗുണപാഠം നിങ്ങൾക്ക് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുകഥ നിർത്തുകയാണ്. എന്നെ ഇതുവരെ സ്വീകരിച്ച് നിങ്ങൾക്ക് നന്ദിയുടെ 1000 മുകുളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.